നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് അഡ്വൈസ് മെമ്മോ, എപ്പോഴാണ് അഡ്വൈസ് മെമ്മോ വരിക, അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവരെല്ലാം ഉടനെ തന്നെ അഡ്വൈസ് മെമ്മോ ലഭിച്ച് ജോലിക്ക് കയറുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്ക് ജോലി സാധ്യത ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം JLTയുടെ റാങ്ക് ലിസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നമുക്കറിയാം നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അഡ്വൈസ് മെമ്മോയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഈ അഡ്വൈസ് മെമ്മോ നമുക്കറിയാം റാങ്ക് ലിസ്റ്റിലുള്ളവർക്കാണ് അഡ്വൈസ് മെമ്മോ ലഭിക്കുക. അഡ്വൈസ് മെമ്മോ എന്ന് പറയുന്നത് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡറിന് മുന്നേ ആയിട്ട് ലഭിക്കുന്നതാണ്. അതായത് അഡ്വൈസ് മെമ്മോ വന്നതിന് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡറും കൂടെ വന്ന ശേഷം മാത്രമേ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ് നമുക്ക് അഡ്വൈസ് മെമ്മോ വരിക. അഡ്വൈസ് മെമ്മോയിൽ ഈ പറയുന്ന രീതിയിൽ മുമ്പാണെങ്കിൽ നമുക്ക് പോസ്റ്റ് വഴിയായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ് വഴിയല്ല, നമ്മുടെ പ്രൊഫൈൽ റിസൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് അഡ്വൈസ് മെമ്മോ എന്ന് പറയുന്ന സെഷനിൽ നെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന അഡ്വൈസ് മെമ്മോ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഉള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് അല്ലെങ്കിൽ ഏത് പോസ്റ്റിലോട്ടാണ് നമുക്ക് അപ്പോയിൻമെൻ്റ് ആകാൻ പോകുന്നത്, അതേപോലെ എൻ്റെ സാലറി സ്കെയിൽ എത്രയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അഡ്വൈസ് മെമ്മോയിൽ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ JLT പോസ്റ്റിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ JLTയുടെ വരുമ്പോൾ അതിൽ ഒരിക്കലും ഏത് സ്കൂളാണെന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ പോസ്റ്റ്, സാലറി സ്കെയിൽ എത്രയാണ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഏത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതൊക്കെ ആയിരിക്കും എല്ലാം ഉണ്ടാവും. പിന്നെ പൊതുവെയുള്ള ഒരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള കുറച്ച് പേരുണ്ടല്ലേ, അവർക്ക് ഈ പറഞ്ഞ പോലെ സാധ്യതയുണ്ടോ, അഡ്വൈസ് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം. സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. കാരണം നമ്മുടെ റൊട്ടേഷനൊക്കെ അനുസരിച്ചിട്ടാണ് അഡ്വൈസ് പോവുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 20 വേക്കൻസി ഉണ്ട്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിൽ ST കാറ്റഗറിയിലുള്ള ഒരു റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾ മെയിൻ ലിസ്റ്റിലില്ല, ഉൾപ്പെട്ടിട്ടില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യും, ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് അയാൾക്ക് അഡ്വൈസ് പോകും. ഇനി ഈ അഡ്വൈസ് മെമ്മോ അയക്കുക, അതായത് അഡ്വൈസിൻ്റെ ആ ഒരു ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം റാങ്ക് ലിസ്റ്റിൻ്റെ ഓർഡർ അല്ല. അതായത് ഇപ്പോൾ രണ്ടാമത് റാങ്കിൽ കിടക്കുന്ന ആൾക്ക് രണ്ടാമത് അഡ്വൈസ് പോകണം, അങ്ങനൊരു നിർബന്ധവും ഇല്ല. വേക്കൻസി നോക്കും, അതേപോലെ തന്നെ റൊട്ടേഷൻ ചാർട്ട്, നമുക്കറിയാം കേരള PSCയിൽ റൊട്ടേഷൻ ചാർട്ട്, ജനറൽ, അതായത് OC/BC, റിസർവ്ഡ് കാറ്റഗറി, അങ്ങനെ റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയാണ് ഈ പറയുന്ന രീതിയിൽ അഡ്വൈസ് പോവുക. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞ് പിന്നെ അഡ്വൈസ് വരാനായിട്ട് പൊതുവേ ഇതിൻ്റെ സമയം വേരി ചെയ്തിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ JLTയുടെയൊക്കെ പോയത് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ, 1.5 മാസത്തിനുള്ളിൽ തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് വന്ന് അധികം വൈകാതെ തന്നെ അഡ്വൈസൊക്കെ പോയി തുടങ്ങും. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അത്യാവശ്യം ആളുകൾക്ക് അഡ്വൈസ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അപ്പോയിൻമെൻറ്റ് ഓർഡർ സംബന്ധിച്ച ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട, അറിയാവുന്നതെല്ലാം ഞാൻ മറുപടി തരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.